ഇക്കൊക്കെ ഒന്നും പറ്റാഞ്ഞാൽ മതിയായിരുന്നു. ചെറിയ ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് കാണാൻ ലുക്ക് ഉണ്ടാവില്ല, ഇത്രമ ഉണ്ടാവില്ല. അങ്ങനത്തെ അതവിടെ ചോദ്യം വരില്ലല്ലോ, കാണാൻ ലുക്ക് വേണം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാടിനും മലപ്പുറത്തിനിടയിലുള്ള ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. കുമ്പിടി എന്ന് പറയും. സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ കുമ്പിടിയല്ല, വേറൊരു കുമ്പിടി. അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്, നല്ല ചട്ടിപ്പത്തിരിയും ചിക്കനൊക്കെ കിട്ടുന്ന ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൻ്റെ പേര് ബദ്രിയ എന്നാണ്. ഒരു യൂട്യൂബർ ഓടി കയറിയതാണ്. പക്ഷെ അവൻ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സംഭവം നഷ്ടപ്പെട്ടു. എനിക്കത് എടുക്കാനുള്ളൊരു മടി. കടയിൽ ഓടി കയറിയിട്ട് നമ്മളെ കൈ കൊണ്ട് അത് എടുക്കുക എന്നുള്ളത് ഒരു ശരിയായ പരിപാടിയല്ലല്ലോ. ഹോട്ടലിലേക്ക് കയറി നമ്മൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്ത് ഇഡ്ഡി ചിക്കനാണ്. അവിടുത്തെ ഫേമസ് സാധനമാണ് ഇഡ്ഡി ചിക്കൻ. നല്ല എല്ലില്ലാത്ത ചിക്കനും അത് ഇഡ്ഡി ചതച്ചിട്ട് എന്തൊരു സംഭവമാണ്, പ്രിപ്പറേഷനാണ്. അതിന് മുകളിൽ സാലഡും ഒരു നാരങ്ങ. ബാക്ക്ഗ്രൗണ്ടിൽ ഇവൻ ബാക്ക്ഗ്രൗണ്ട് സ്ക്വാഡ് ഉണ്ട്, കോപ്പിറൈറ്റ് വരരുത്. നമ്മൾ രാവിലെ 2 മണിക്കൂർ ക്രിക്കറ്റ് കളിച്ചിട്ട് വരണതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പീസ് എടുത്ത് കഴിച്ചു. ക്രിസ്പി ഗ്രേവി മുരിഞ്ഞ പത്തിരി ഉള്ളി ഞായറാഴ്ച ഇങ്ങനെ കിടന്നുറങ്ങാതെ നേരത്തെ എണീറ്റ് കളിച്ച് കഴിഞ്ഞിട്ട് മനസ്സും വയറും തമ്മിൽ സംതൃപ്തി. കൈക്കോലാട്ടോ ഇവിടുന്ന് കുഴിനാണ്. നമ്മളെ കടയുടെ പേര് ഇതാട്ടോ, ഇടാൻ മറക്കരുത്. ബദരിയ ടീ സ്റ്റാളാണ്. നമ്മളെ കുമ്പിടി റോഡ്, തങ്ങൾപ്പടി കുറ്റിപ്പുറത്ത് വരികയാണെങ്കിൽ മറ്റേ കുമ്പിടി റോഡ് വരിക. MES അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ. കുമ്പിടി ഭാഗത്തുള്ള ഒരു പട്ടാമ്പി ഭാഗത്തുള്ള ഒരു അവിടെ നിന്ന് വരിക. നല്ല പാടൊക്കെ കാണാം. പാടങ്ങൾ കളിച്ചിട്ട് നല്ല അടിപൊളി പാടാട്ടാ. ഇതൊക്കെ വന്ന് കുറച്ചേരം ഇരിക്കുക. ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ചട്ടിപ്പത്തിരി സൈക്കിൾക്കാരുന്നാണ്. അപ്പോൾ ഇതാ നമ്മളെ കട ഷോപ്പ് കിട്ടില്ല. നമ്മളെ കാക്കവിടെ ഉണ്ട്. നല്ല ചട്ടിപ്പത്തിരിയും ഇടിച്ചിക്കനും അതുപോലെ തന്നെ നല്ല മട്ടൻ ചാത്തൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സാധനം കിട്ടണം കണ്ടല്ലോ. അതാ പത്തിരി ഇരിക്കണുണ്ടല്ലോ കിട്ടില്ല. കാക്ക നോക്കണ്ട്. കാക്ക എന്തോ പറയുന്നുണ്ട്. കാക്കക്ക് എന്തോ പറയണ്ടേ? കാക്ക വരുന്നേ എന്താണ് പറയണ്ടേ? എല്ലാ ഹോട്ടലുകൾക്കും എല്ലാ ഭക്ഷണം പറയേ ഭക്ഷണം കഴിക്കണ എല്ലാവർക്കും ഒരു ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ കല്യാണത്തിന് പോകും, ഫംഗ്ഷനിൽ പോകും, നമ്മളെ വീട്ടിലുണ്ടാക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പക്ഷേ കുഞ്ഞു മക്കളായാലും പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒരേ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മത്സ്യം, പ്രത്യേകിച്ചും കോഴി, ബീഫ്, അത് റബ്ബർ മാർജിൻ സീസൺ ഉണ്ട്. അത് കോഴിനെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി നെഞ്ഞിൻ്റെ ഒരു പകരം വെള്ള കളർ. ഒരു വെള്ള കളർ ഈ സാധനം നമ്മളുടെ വയറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ വയറുവേദന വരും. വയറുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർക്ക് പോകും. ഡോക്ടർ പറയും നിങ്ങളോട് എന്തോ വയറ്റിൻ്റെ ഉള്ളിൽ ജയിക്കാണി കണ്ടു കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു വെള്ള പാടപ്പാല തിന്നുന്ന സമയത്ത് കറുകറ് ചെയ്യുന്നുണ്ട്. തരണ്ടി, അതേമാതിരി സ്രാവ്, അതേമാതിരി തന്നെ പിന്നെ പ്ലാസ്റ്റിക് മീൻ എന്നൊരു മീനുണ്ട്. അങ്ങനെ മീനിൻ്റെ ഐറ്റംസിൽ ഏത് മീനാണെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മക്കളായി, പെണ്ണുങ്ങൾക്കായി, നമ്മൾക്ക് ആണുങ്ങൾക്കായി ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ വയറുവേദന.
വയറുവേദന വന്നു കഴിഞ്ഞാൽ ഞാനായാലും നിങ്ങളായാലും നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയും എന്തോ വയറ്റിൻ്റെ ഉള്ളിൽ പൊട്ടിക്കണം 2-3 ദിവസം 4 ദിവസം വരേക്കും വയറുവേദനയും കൊണ്ടിരിക്കും മൊത്തത്തിൽ ഒരു അസ്വസ്ഥപ്പെടും. ഈ അസ്വസ്ഥപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ സംഭവിച്ചു. ഇത് ഏതൊരു ഹോട്ടലുകാർക്കും യാതൊരു ഉത്തരവാദിത്വം ഏൽക്കുന്നതല്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ വീട്ടിലും നമ്മളും പുറത്ത് പോയിട്ടും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഇത് പ്രത്യേകിച്ച് ഏത് പുറത്ത് പോയി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഞാനാണ് നിങ്ങളാലും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല. ഇത് ഒരാളോട് ഇത് പറയും, ഒരു ഹോട്ടലുകാരും ഈ കാര്യങ്ങൾ പറഞ്ഞില്ല. കാരണം ഇപ്പോൾ അടുത്തുണ്ട് ഇവിടെ ഒരു കുട്ടി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പം പറഞ്ഞു വയറുവേദന വന്നു. അപ്പോൾ കൂടുതലുള്ള ആൾ പറഞ്ഞു എന്താണ് എന്താ ഭക്ഷണം കഴിക്കാത്ത കഴിച്ചു ഒരു നല്ല വയറുവേദന. അപ്പം ചോദിച്ചാൽ അവിടെ ഫുഡ് കഴിച്ചു വെച്ചു ഫുഡ് ഞാൻ എൻ്റെ മണിക്കോ എന്താ കഴിച്ചു പാത്രത്തിനെ പറ്റി കുട്ടം പറഞ്ഞതല്ല. അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു മോനെ ചിക്കൻ ബിരിയാണി ആവും കഴിച്ചിട്ടുണ്ടാവും. അതെ പിന്നെ അതിൻ്റെ സമയത്ത് ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ കോഴി കഴിക്കുന്ന സമയത്ത് കോഴിയുടെ മുകളിൽ ഞരമ്പുണ്ടാകും. പ്ലാസ്റ്റിക് സീസ് മാറ്റിയ സീസാണത്. അതായത് നമ്മൾ ചെരുപ്പുള്ള സമയത്ത് ചെരുപ്പിന് കട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ചളി ചവിട്ടി അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒഴുക്കി വീഴും. അതേമാതിരി ഒരു സംഭവമാണ് നമ്മൾ വാറ്റിൽ കിടക്കുന്ന ഒരു മെഷീനും അത് പ്രവർത്തിക്കില്ല. കാരണം അത് മെഷീനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ സാധനം നമ്മളെ വാറ്റി കിടക്കുന്ന എനിക്ക് പ്രവർത്തിക്കില്ല. അങ്ങനെ ഇനി നമ്മളിപ്പോൾ ആമാശത്തിൽ പോയിട്ട് ഈ സാധനം അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും പ്രവർത്തിക്കാണ്ടാകുമ്പോൾ പ്രശ്നമായി. ചെറിയ പ്രശ്നമില്ല, വലിയൊരു പ്രശ്നമായിട്ട് പിന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും വരാൻ പാടില്ല. പക്ഷേ ഇതിപ്പോൾ ഈ വേണ്ടാത്ത പണിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചു കിട്ടാം. അതിനാ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും പോയിക്കോളും. കല്യാണത്തിന് പോയി വേറെ എവിടെ പോയി നമ്മളെ വീട്ടിൽ പോയി ഇറക്കുന്ന സമയത്തിന് എഞ്ഞിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ കഴിയും. ഒരു വെള്ള കളർ നമുക്ക് മാറ്റി വന്നിട്ട് ഞാൻ പറയും പറയുന്ന ശ്രദ്ധിക്കണം, സമ്പാദിക്കുണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുടിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാ നമ്മളെടുത്തോടും സമ്പാദിച്ച മക്കൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെ പോയാലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഒരാൾക്കും ഒരു ഹോട്ടലുകാർക്കും ഒരു ഒന്നും ചെയ്യും. ഹോട്ടലുകാർ കുറ്റം കൊണ്ട് തന്നെയാണ്. ഇതിന് പറയാൻ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ കൊടുക്കുന്ന ആർക്കും അറിയില്ല. ഒരു കുട്ടിക്ക് പറയാൻ പറ്റില്ല. ഒരു കുട്ടികൾ അറിയില്ല. സമ്പത്തിൻ്റെ കൊടുക്കും ഒരാൾ പഠിച്ചിട്ട് അതിന് മുകളിൽ കാണും, കരണ്ടി പഠിച്ചിട്ട് അതിന് മുകളിൽ കാണും. ചില മീനിൻ്റെ വലിയ മീനിൻ്റെ മുകളൊക്കെ ഈ സാധനം ചെയ്യും. പ്രത്യേകിച്ചും കാണാൻ നമുക്ക് വേണം കരിക്ക് കാണും. വേഗം കാണാൻ ഒരു ഞെറുമ്പാണ്, ഒരു വെള്ള കളറാണ്. അത് കടിച്ചേക്ക് ഇത് കടിച്ചേക്ക് കഴിഞ്ഞ് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ വറ്റിൽ പൊട്ടി കഴിഞ്ഞാൽ ആരെ കുറ്റം പറയാ? നിരപരാധിയാണ്. അവൻ പറഞ്ഞ് നിരപരാധിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് ചെങ്ങായി ഹോട്ടലിൽ കയറ്റി ഫുഡ് കഴിച്ചത് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തൊരു ഹോട്ടലാണ് പറഞ്ഞു. ഇത് ഇപ്പോൾ അവിടെ നടത്തുന്ന ചെങ്ങായി അല്ലാതെ ഭർത്താക്കാരൻ ഞായറാഴ്ച ഇന്ന് പറഞ്ഞു അടുത്ത അതെന്താണെന്നറിയില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഇങ്ങോട്ട് പറയുക ഇക്കൊക്കെ ഒന്നും പറ്റാഞ്ഞാൽ മതിയായിരുന്നു. കുഞ്ഞാടെ ഞങ്ങൾക്ക് വേണം. കാരണം ഇവിടെ ചെറിയ ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് കാണാൻ ലുക്ക് ഉണ്ടാവില്ല. ഇത്രമ്പ ഉണ്ടാവില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ അതവിടെ ചോദ്യം വരില്ലല്ലോ. കാണാൻ ലുക്ക് വേണം. നമുക്കവിടെ ഒരു വർഷം കഴിക്കാറില്ല ചോദിച്ചു. വലിയൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് ഫുഡിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല അവയർനെസ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ആളൊന്ന് സഹായിക്കുക. യൂട്യൂബിലിട്ട് അടിച്ച് കയറുന്ന പറയട്ടോ കാക്ക. ആളുടെ ഹോട്ടലിൽ വരിക, തള്ളി മറിക്കുന്നതല്ല, നല്ല ഫുഡാണ്. രാവിലെ വന്ന് കഴിക്കുക, സമാധാനമായിട്ട് വീട്ടിൽ പോവുക, ഒരു പ്രശ്നമില്ല. ഓക്കെ, ബൈ.